കർത്താവിന്റെ ദൈവത്തിന് വലിയ കൃപയാൽ ചെങ്ങലാനിയിലെ കുടുംബത്തിന് പ്രകാരം ഒരു പുതിയ ഭവനം പണിയുവാനായിട്ട് ദൈവം കൃപ ചെയ്തു. അതോർത്ത് നന്ദി പൂർവ്വം ദൈവത്തെ മതത്തിൽ കൊണ്ടുപോകാനായിട്ട് ഈ ഭവനം പ്രതിഷ്ഠിക്കുവാനായിട്ട് നാം തയ്യാറെടുക്കുകയാണ്. ഈ പ്രത്യേക ശുശ്രൂഷയ്ക്കായിട്ട് നമ്മുടെ വാരിക്കുന്ന മഹാനഗര ട്രഷറർ PC മാട്ടുകുട്ടി അച്ഛനെയും പ്രിയപ്പെട്ട കൊച്ചമ്മ ലിസി കൊച്ചമ്മയും വളരെ ഊഷ്മളമായി സ്നേഹത്തോടുകൂടെ ഈ പ്രത്യേക ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മൾ എല്ലാ ആളുകളും വീട്ടിലുള്ള എല്ലാ ആളുകളും ദയവായി പുറത്തോട്ട് ഇറങ്ങി കതക് അടച്ച് നമ്മളിപ്പോൾ ഈ ഭവനത്തിന് ഒരു വലയം വലതു ഭാഗം ചേർന്ന് ഒരു പ്രാവശ്യം 25-ാം ഗീതം പാടിക്കൊണ്ട് പ്രതീക്ഷണം വെച്ചുകൊണ്ട് പ്രാർത്ഥിച്ച് ഈ ഭവനം തുറന്നു കൊടുക്കുകയാണ്. ഇന്നത്തെ ഈ പ്രതിഷ്ഠ ശുശ്രൂഷയ്ക്ക് നേതൃത്വം വഹിക്കുന്നത് ബഹുമാനപ്പെട്ട മഹാനഗര ട്രഷറർ, അതുപോലെ വെള്ളിപ്പള്ളി രാജ്യങ്ങളുടെ ചെയർമാനായിട്ട് പ്രവർത്തിക്കുന്ന നമ്മുടെ പ്രിയങ്കനായിട്ടുള്ള PC മാറ്റുകുട്ടിച്ചനാണ്. അച്ഛനെ ഈ ശുശ്രൂഷയ്ക്കായിട്ട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ക്രിമിതെന്ന് പറയട്ടെ, നമ്മൾ പ്രാർത്ഥിച്ച് നമ്മൾ മെഴുകുതിരി കത്തിച്ച് ഈ വീടിന് ഒരു പ്രാവശ്യം വലയം ചെയ്യും. പിന്നെ പ്രിയപ്പെട്ട അച്ഛന് ആദ്യം അടുത്ത പ്രോഗ്രാം പോകേണ്ടതുള്ളതുകൊണ്ട് താമസിക്കാതെ തന്നെ എല്ലാ കാര്യം നിർവഹിക്കുകയാണ്. അതുകൊണ്ട് ചെറിയൊരു വ്യത്യാസം വരുത്തുന്നു. ആദ്യം ശുശ്രൂഷകരെ ഏറ്റവും ഫ്രണ്ടിലായിട്ട് പോകും. കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും, കമ്മിറ്റി അംഗങ്ങളെയും, കപ്പിയാഴ്ചനെയും, ക്ഷണിക്കപ്പെട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും കുടുംബാംഗങ്ങളൊക്കെയും ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്ത് കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയ്ക്കായി തങ്ങളുടെ വണക്കാം. ദൈവമേ നടത്തുകനേ നീ സ്വർഗം സിംഹാസനമായും ഭൂമി പാദപീഠമായും ഭൂമിയും സ്വർഗവും സകലവും ഭരിക്കുന്ന സകലത്തിൻ്റെയും സൃഷ്ടാവായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഇന്ന് അവിടുത്തെ അളവറ്റ കരുണയാൽ നിർമ്മിക്കപ്പെട്ട ഈ വീടിനെ ദൈവകരങ്ങളിലേക്ക് വിശ്വാസത്തോടെ സമർപ്പിക്കുന്ന ഈ സമർപ്പണ ശുശ്രൂഷയ്ക്കായി കടന്നു വന്നിരിക്കുന്ന പ്രിയ മാക്സനച്ഛനെയും കൊച്ചമ്മയെയും സഭയിലെ എല്ലാ ശുശ്രൂഷകരെയും ബലഹീനനാകുന്ന അടിയനെയും കർത്താവെ കുടുംബമായി സമർപ്പിച്ചുകൊണ്ട് അങ്ങയുടെ അരികിലേക്ക് അടിയങ്ങൾ വരുന്നു. ഇവിടെ ഇപ്പോൾ കടന്നു വന്നിരിക്കുന്ന, ഇവിടെ ആയിരിക്കുന്ന മക്കളുണ്ട്, എത്തിക്കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. അവരെയും അവരുടെ ഭവനങ്ങളെയും അവിടുന്ന് കടാക്ഷിക്കണമേ. പരിശുദ്ധ നിണമായി ഇതിനെ മാറ്റിയതിനായി നന്ദിയോടെ സ്തുതിക്കുന്നു. ഇത് നടിക്കപ്പെടുന്ന ഇടങ്ങളിൽ നിന്ന് എല്ലാവിധത്തിലുള്ള അശുദ്ധിയും കർത്താവെ മാനുഷികമായോ അമാനുഷികമായോ പ്രകൃതി ശക്തിയാലോ മറ്റേതെങ്കിലും തരത്തിലോ ശബ്ദതരങ്ങളാലോ മറ്റു തരത്തിലുള്ള എല്ലാ തിന്മകളും എന്നേക്കുമായി മാറ്റപ്പെടുവാൻ, വിശുദ്ധിയിൽ തേക്കപ്പെടുവാൻ ഇടയാകേണ്ടതിന് എണ്ണ പൂശി പ്രാർത്ഥിക്കാൻ അനുവദിച്ച ശിഷ്യന്മാരെ അതിന് ഫലമേൽപ്പിച്ച ഞങ്ങളുടെ കർത്താവായ യേശുവിന്റെ നാമത്തിൽ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ ഭവനത്തിന്റെ പരിസരങ്ങളും അന്തരീക്ഷത്തിന്റെ മണ്ണും നിത്യതയോളം ശുദ്ധീകരിക്കപ്പെടേണ്ടതിന് ഞങ്ങൾ ഇരുവരും ചേർന്ന് പ്രതിഷ്ഠിച്ച് ദൈവങ്ങളെ സമർപ്പിക്കും. പരിശുദ്ധ കർത്താവെ, ഈ വിശുദ്ധമായ നടത്താൻ കർത്താവെ ഞങ്ങൾ ശുദ്ധീകരിക്കുവാൻ ആഗ്രഹിക്കുന്ന ഈ പാത്രത്തിലെയും ജലത്തിനായി നന്ദിയോടെ സ്തോത്രം. ആദിയിൽ വെള്ളത്തിന് മേൽ പരിവർത്തിച്ച ദൈവത്തിന്റെ പരിശുദ്ധാത്മാവെയും
ഈ വെള്ളത്തിന് മേലും അവിടുന്ന് പരിവർത്തിക്കുമാറാകണമേ. കർത്താവെ, അവിടുന്ന് ഗലീലയിലെ വെള്ളത്തിനും ആ തിരമാലയുടെ മുകളിൽ നടന്നതുപോലെ അങ്ങയുടെ പാദസ്പർശനമുള്ള ജലമായി ഈ ജലത്തെ മാറ്റുമാറാകണമേ. എവിടെയെല്ലാം തളിക്കപ്പെടുമോ അവിടെയെല്ലാം കർത്താവിന്റെ ആ സ്വർഗീയമായ ഗോവിണി സ്ഥാപിക്കപ്പെടുവാനും, ബേഥേലിൽ ഞങ്ങളുടെ പിതാവായ യാക്കോബ് കണ്ടതുപോലെ ദൈവത്തിന്റെ ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന ഇടമായി ഭവനത്തിന്റെ പരിസരങ്ങളും ഈ ദേശവും മാറ്റപ്പെടേണ്ടതിന് ഈ വെള്ളത്തെ അവിടുന്ന് ശുദ്ധീകരിപ്പാൻ പരിഗണമാകണമേ. കർത്താവേ, ശിലോഹാമിലെ വെള്ളത്തെ അനുഗ്രഹിച്ച് രോഗങ്ങളെ മാറ്റിയതായ സൗഖ്യത്തിന്റെ അനുഭവം ഇത് തളിക്കുന്ന ഇടങ്ങളിലും ഇത് പങ്കെടുക്കുന്ന മക്കൾക്കും അവിടെ നൽകുവാൻ തിരികതമാകണമേ. അവിടുന്ന് ശിഷ്യരുടെ പാദങ്ങളെ കഴുകി വിശുദ്ധീകരിച്ച് കർത്താവിന്റെ പരിശുദ്ധമായ ശരീരരക്തങ്ങളെ സ്വീകരിപ്പാൻ അവർ ഒരുക്കിയതുപോലെ ഇത് തളിക്കുന്ന ഇടങ്ങളിൽ പാർക്കുന്ന മക്കൾ കർത്താവിന്റെ ശരീരത്തിന്റെ രക്തത്തിന്റെ അവകാശികളായി എപ്പോഴും തീരുമാനിടയാകേണ്ടതിന് ഈ വെള്ളത്തെയും ദൈവമായ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുകയാണ്. അവിടുത്തെ നെഞ്ചിൽ നിന്ന് ഞങ്ങൾക്ക് വേണ്ടി ഒഴുകിയ രക്തമായി ജലമായി ഇവയെ മാറ്റിയതിനായ നന്ദിയോടെ സ്തോത്രം. ഇത് തളിക്കപ്പെടുന്ന എല്ലാ അശുദ്ധ ശക്തികളും, എല്ലാ വാഴ്ചകളും, അധികാരങ്ങളും, അന്ധകാരത്തിന്റെ ലോക അധിപതികളും, സ്വർലോകങ്ങളുടെ ദുഷ്ടാത്മ സേനകളും എന്നേക്കുമായി മാറ്റുന്നതിന് അവിടുന്ന് തിരികതമായതിനായി നന്ദി പറയുകയാണ്. എന്റെ മക്കൾ ഏറ്റവും ആരോഗ്യത്തോടെ, ആത്മനിറവോടെ, ആത്മശക്തിയോടെ, ദീർഘായുസോടെ, ആത്മബലത്തോടെ എന്നെ സേവിപ്പാനുള്ള പ്രാർത്ഥനയെ ബന്ധപ്പെടുത്തുവാൻ, അധ്വാനിക്കുവാൻ, ആരാധിപ്പാനുള്ള ദൈവത്തെ അനുസരിച്ച് ദൈവം പ്രാപിപ്പാൻ ഇടയാകേണ്ടത് ഈ ശുശ്രൂഷയോട് മാനിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ഇതിൽ പങ്കുകൊള്ളുന്നതിന്റെ മക്കൾക്കും അത് അനുഗ്രഹമായി തീരാൻ സഹായിക്കണം. ഈ ദേശത്തില് കർത്താവെ, ഈ ഭവനം വെളിച്ചമായി തീരുന്നതിന് മുഖാന്തരമായി ഞങ്ങൾ ജ്വലിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്ന ഈ തിരികളെയും അപ്പന്റെ തൃക്കരങ്ങളിലേക്ക് അതിവിനയത്തോടെ ഞങ്ങൾ സമർപ്പിക്കുകയാണ്. ഇതിൽ നിന്നും കർത്താവെ തീജ്വാല സ്വീകരിച്ച് പ്രകാശിക്കുന്ന ഓരോ തിരികളും അത് വായിക്കുന്ന മക്കളും കർത്താവെ ഈ ലോകത്തിൽ ദൈവത്തിന്റെ പ്രകാശം വെളിപ്പെടുത്തുന്നവരായി മാറേണ്ടതിന് എല്ലാവരെയും അവിടെ അനുഗ്രഹിച്ചു കൊള്ളുമാറാകണം. എല്ലാ നാമത്തിനായി തീരുവാൻ ഞങ്ങളുടെ കരങ്ങളിൽ അതിവിനയത്തോടെ സമർപ്പിച്ച് ഇപ്പോൾ ഞങ്ങൾ കർത്താവെ വെളിച്ചമാ ദൈവത്തെ വിനയത്തോടെ ഏറ്റുപറഞ്ഞുകൊണ്ട് അവിടെ തിരുസന്നിധിയിൽ ഞങ്ങൾ സമർപ്പിച്ച് ഈ തിരുതെളിക്കുന്നു. എല്ലാ കടനാമത്തിനായി തീരുവാൻ ദൈവം സഹായിക്കുന്നതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെയും ആമേൻ. തിരി എല്ലാവർക്കും കൂടെ 25ാം ഗീതത്തിന്റെ ആദ്യത്തെയും രണ്ടാമത്തെ അവസാന ചരണം പാടി നമ്മൾ വീടിന് ഒരു പ്രാവശ്യം വലത് പ്രദർശനം ചെയ്ത് ശുശ്രൂഷയ്ക്കായിട്ട് നമ്മൾ വീട്ടിൽ പ്രവേശിക്കുന്നതാണ്. സ്തുതിപ്പിൻ സ്തുതിപ്പിൻ യേശുവേ, ഹല്ലേലൂയ, പാടി സ്തുതിപ്പിൻ സ്തുതിപ്പിൻ യേശുദേവനേ. കരുണ നിറഞ്ഞ കണ്ണുള്ളോനാവൻ ബാക്കിലെ കുറെ പോലെ കേട്ടോ. രച്ചിൽക്കാരലാലിൻ ലോക പാപ ചുമടിനെ ശിരസു കൊണ്ടു ചുമന്നോഴി പതിനു കുരിശെടുത്തു ഗോദാവിൽ പോയോനെ. സ്തുതിപ്പിൻ സ്തുതിപ്പിൻ യേശുദേവനേ, ഹല്ലേലൂയ. പറയാ പോരട്ടോ. സ്തുതിപ്പിൻ സ്തുതിപ്പിൻ യേശുദേവനേ, വഴിയും സത്യവും ജീവനുമിവനേ. അവനരികിൽ വരുവിൻ, വഴിയും ആശ്വാസം ഏകുമേയവൻ. പാപച്ചുവടൊഴിച്ചവൻ വഴിയും മഞ്ഞും പെയ്യുമ്പോഴുള്ളിൽ കൃപ ചോരിയുമേ മേഘ തൂണിൽ നിന്നു പാടി യേശുദേവനേ, ഹല്ലേലൂയ, പാടി സ്തുതിപ്പിൻ സ്തുതിപ്പിൻ
ഹല്ലേലൂയ പാടി സ്തുതിപ്പിൻ യേശുവേ. യേശു നാമത്തിനു ജയം, അല്ലലെല്ലാം അവൻ അകലെ കളയുമേ. യേശു നാമത്തിനു ശന, നല്ലവനാമേശു നാഥൻ വരും സർവ വല്ലഭയേശുവേ. വേഗം വരണമേ, സ്തുതിപ്പിൻ സ്തുതിപ്പിൻ യേശുദേവനേ. ഹല്ലേലൂയ പാടി സ്തുതിപ്പിൻ സ്തുതിപ്പിൻ യേശുദേവനേ. ഹല്ലേലൂയ പാടി സ്തുതിപ്പിൻ സ്തുതിപ്പിൻ യേശുദേവനേ. സ്തുതിപ്പിൻ ലോകത്തിൽ പാപത്തെ നീക്കുവാൻ അധീപനായി വന്ന ദൈവകുഞ്ഞാടിനെ. സ്തുതിപ്പിൻ സ്തുതിപ്പിൻ യേശുദേവനേ. ഹല്ലേലൂയ പാടി സ്തുതിപ്പിൻ സ്തുതിപ്പിൻ യേശുദേവനേ. നമുക്ക് പ്രാർത്ഥിക്കാം. മനുഷ്യരെ കുടുംബങ്ങളായി വസിക്കുമാറാക്കുന്ന നിത്യദൈവമേ, ഈ വീടിന്റെ പണി പൂർത്തിയാക്കുവാൻ നിങ്ങൾ ലഭിച്ച എല്ലാ നന്മകൾക്കും നടത്തിപ്പുകൾക്കുമായി ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ഇതിന്റെ നിർമ്മാണ പ്രവർത്തനത്തിൽ സഹകരിക്കുകയും സഹായിക്കുകയും ചെയ്ത എല്ലാവർക്കുമായി ഞങ്ങൾ നന്ദി കരയേറ്റുന്നു. ഇപ്പോൾ ഈ ഭവനത്തിന്റെ പ്രതിഷ്ഠാ ശുശ്രൂഷയ്ക്കായി കൂടി വന്നിരിക്കുന്ന ഞങ്ങളുടെ മധ്യത്തിൽ കൃപയാൽ സന്നിഹിതനായിരിക്കുന്ന കർത്താവേ, ഈ വീടിനെ ശുദ്ധീകരിക്കുകയും ഈ വീടിനാഥനായി അങ്ങ് ദിവസിക്കുകയും ചെയ്യണമെന്ന് നസറേത്തിലെ ഭവനത്തിന് നാഥനായിരുന്ന യേശുമിശിഹ മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ആമേൻ. ഇപ്പോൾ ഈ പോർട്ടിക്കോ പ്രാർത്ഥിച്ചു പ്രതിഷ്ഠിക്കുന്നതാണ്. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അവിടുത്തെ നാമമോഹനായുള്ള ഭവനത്തിന്റെ പോർട്ടിക്കോ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ പ്രതിഷ്ഠിച്ച് വേർതിരിക്കുന്നു. കാരുണ്യവാനായ ദൈവമേ, സ്വർഗത്തിന്റെയും ഭൂമിയുടെയും നാഥനായ കർത്താവേ, പണി കഴിപ്പിച്ച ഈ ഭവനം ദൈവനാമത്തിൽ പ്രാർത്ഥിച്ച് പ്രതിഷ്ഠിച്ച് നൽകുവാനായിട്ട് മഹാനഗര ട്രഷറർ BC മാത്യു അച്ഛനോട് സഭയ്ക്ക് വേണ്ടി അഭ്യർത്ഥിക്കുന്നു. ഇപ്പോൾ അച്ഛനെ പ്രാർത്ഥിച്ച് തുറന്നു കൊടുക്കുകയും തുടർന്ന് വരികദാസി വീട്ടിൽ നിന്ന് ആരംഭിക്കുന്ന കീർത്തനം പാടി നമ്മേവരും മെയിൻ ഹാളിൽ ചെന്ന് ചേരുകയും അവിടെ വെച്ച് ദൈവവചന വായനയും പ്രത്യേക ശുശ്രൂഷ നടത്തി തുടർന്ന് നാം 209 കീർത്തനം പാടി ഓരോ മുറിയും കയറിറങ്ങി പ്രാർത്ഥിച്ച് അതിനെ ശുദ്ധീകരിച്ച് തുടർന്ന് അടുക്കള പ്രദർശിച്ച് അതിൽ തീ കത്തിച്ച് തിരികെ വന്ന് പ്രാർത്ഥനയും അച്ഛൻ്റെ ആശംസയും ദൈവവചനം ധ്യാനിച്ച ശേഷം ഈ ശുശ്രൂഷ അവസാനിക്കുകയാണ്. എല്ലാവരും ആദ്യാവസാനം വളരെ ഭക്തിയോടുകൂടെ അച്ചടക്കത്തോടുകൂടെ പങ്കു ചെയ്യുവാനായിട്ട് സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഈ ഭവനത്തിന്റെ പ്രധാന കവാടത്തെ പ്രതിഷ്ഠിച്ച് നിന്റെ മക്കളുടെ പ്രവേശനത്തിനായും ജീവിതത്തിനായും തുറക്കുന്നു. ആമേൻ. ഞാൻ വാതിലാകുന്നു, എന്നിലൂടെ കടക്കുന്നവൻ രക്ഷ പ്രാപിക്കും, അവൻ മേച്ചൽ കണ്ടെത്തുമെന്ന് അരുളി ചെയ്ത വാതിലാകുന്ന ദൈവമേ, ഞങ്ങളുടെ പ്രിയ സാബുവിനും ബിൻസിക്കും സോണ ബെബിൻ ആൻസിന്റെ എന്ന മക്കൾക്കുമായി അവിടുന്ന് നൽകിയ ഈ വീടിന്റെ പ്രധാന കവാടത്തിനായി വാതിലിനായി സ്തോത്രം. ഇത് കാണുമ്പോഴെല്ലാം യേശുവിൻ്റെ പ്രാതിനിധ്യം വെളിപ്പെടുത്തുന്ന വാതിലാകുന്നു എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് കർത്താവിനെ അനുഭവിക്കുന്ന മക്കളായി, കർത്താവിൻ്റെ അനുഗ്രഹം പ്രാപിക്കുന്ന മക്കളായി ഈ മക്കൾ ഈ ഭവനത്തിൽ വാഴേണ്ടതിനായി കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ ചെങ്കലാനിക്കൽ എന്ന ഈ വീടിനെ ഇപ്പോൾ പ്രതിഷ്ഠിക്കുന്നു. ആമേൻ. ഞാൻ നിങ്ങൾക്കായി പുതിയ
വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു എന്ന് അരുളി ചെയ്തവനായ കർത്താവേ, അങ്ങയുടെ നാമത്തിൽ ഈ മക്കളുടെ വീടിന്റെ വാതിൽ തുറന്ന് അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. ആമേൻ. പരിഹാദാസരിൻ വീടിൽ വാഴ്ത്തദേവ എന്നേ പരിഹാദാസരിൻ വീടതിൽ പരിഹാദാസരിൻ വീടതിൽ മഹത്വദേവ ഇന്നേരത്തിൽ അരുമയുള്ള നിൻ അനുഗ്രഹം വര അടിമകൾ ഇരന്നീടുന്നു. വരികദാസൻ വീടിൽ മഹത്വദേവ ഇന്നേരത്തിൽ വരികദാസൻ വീടിൽ ഇതിൽ പരിശുദ്ധം കൂടുവാൻ ഇതിൽ നിന്മക്കൾ പാടിടുവാൻ ഇതിൽ സന്തോഷവും സമാധാനവും ഇതു മുതൽ വസിച്ചിടുവാൻ വരികദാസൻ വീടിൽ പ്രവേശിക്കുന്നവർക്കും ഇന്നും എന്നേക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. തൃത്വനാമത്തെ നമുക്ക് സ്തുതിക്കാം. സന്നിധിയുമായി കർത്താവ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. ആകാശവും ഭൂമിയുടെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മഹോന്നതനായ കർത്താവേ, നിനക്ക് മഹത്വം ഉണ്ടാകട്ടെ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. സർവശക്തനേ, നീ പരിശുദ്ധനാകുന്നു. 21-ാം സങ്കീർത്തനം നമുക്ക് ഏവർക്കും ചേർത്ത് ചൊല്ലി ഈ കുടുംബത്തിനായി ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഞാൻ എന്റെ കണ്ണ് പ്രഥമനിലേക്ക് ഉയർത്തുന്നു. എന്റെ സഹായം എവിടുന്ന് വരും? എന്റെ സഹായം ആകാശത്തെയും ഭൂമിയിലായ യഹോവയിൽ വരുന്നു. എന്റെ കാലുകൾ വാഹനം സമ്മതിക്കുകയില്ല, എന്നെ ആർക്കും മയങ്ങുകയില്ല, നൽകിയതിനായി ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. അവരുടെ മേലും ഈ കെട്ടിടം നിർമ്മിക്കുന്നതിൽ സഹായിച്ച എല്ലാവരുടെ പേരും ഉണ്ടായിരുന്ന നിന്റെ കരുതലിനായും സംരക്ഷണത്തിനായി ഞാൻ നിനക്ക് നന്ദി അർപ്പിക്കുന്നു. നിന്നോട് എന്ന് നന്ദിയുള്ളവരായിരിക്കുവാനും ഇനിയും സഹായിക്കുവാൻ നിന്റെ കരം ശക്തമാണെന്ന് ഉറപ്പുള്ളവരായിരിക്കുവാനും നിന്റെ പൂർണ്ണകൃതം നിറവേറ്റുവാൻ സദാ സന്നദ്ധരായിരിക്കുവാനും ഞങ്ങൾക്ക് എല്ലാവർക്കും ഇടയാകണമെന്ന് നിലർത്താവായ യേശുക്രിസ്തു മൂലം ഞങ്ങൾ അപേക്ഷിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ സ്വീകരണമുറിയെ ഞങ്ങൾ പ്രാർത്ഥിച്ച് പ്രതിഷ്ഠിക്കുന്നു. വാഴ്ത്തപ്പെട്ട ദൈവമേ, സഹോദരങ്ങൾ ഒത്തൊരുമിച്ച് വസിക്കുന്നത് ശുഭമനോഹരമാകുന്നുവല്ലോ. ഈ സ്വീകരണമുറി വെച്ചുള്ള എല്ലാ സംഭാഷണങ്ങളുടെ ഇടപാടുകളും നിനക്ക് മഹത്വം വരുന്നതും പ്രസാദകരമായിരിക്കുന്നതിന് അതിഥികളെയും ആതിഥരെയും ശക്തീകരിക്കണമേ. അന്യോന്യമുള്ള വിശ്വസ്തത നൽകുവാനും സ്നേഹത്തിൽ വളരുവാനും കൂട്ടായ്മ ബലപ്പെടുവാനും പരസ്പരം അഭിവൃദ്ധിപ്പെടുത്തുവാനും നിദാസനെ സഹായിക്കണമേ. നിലർത്താവായ യേശുവിൻ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുന്നത് കൃപയോടെ കേൾക്കണമേ.
പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഈ മാസ്റ്റർ ബെഡ്റൂം ഞങ്ങൾ പ്രാർത്ഥിച്ച് പ്രതിഷ്ഠിക്കുന്നു. ഈ മക്കളിവിടെ ഉറങ്ങുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും എല്ലായ്പ്പോഴും നിന്റെ സാന്നിധ്യം നിന്റെ മക്കൾക്ക് ഒരു കോട്ടയായിരിക്കണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹാ മൂലം ഞങ്ങൾ അപേക്ഷിക്കുന്നു. നിന്റെ മക്കൾക്ക് നല്ല വിശദമായ ആശ്രയം നൽകണമേ. തങ്ങളിടക്കിൽ നിന്ന് ധ്യാനിച്ച് സന്തോഷവും സമാധാനം അനുഭവിക്കുവാൻ നിന്നെല്ലാവരുടെ ഹൃദയങ്ങളെ ആഗ്രഹമാക്കണമേ. രാത്രിയിൽ തങ്ങൾ തൃക്കൈയോർക്കുന്ന ബോധം നിന്റെ മകൾക്ക് നൽകണമേ. പുതിയ പ്രഭാതത്തിൽ നീതിസൂര്യന്റെ ശോഭ കണ്ടുകൊണ്ട് ഉടനെ എഴുന്നേറ്റ് നിന്നെ സ്തുതിക്കുവാൻ കൃപ നൽകണമെന്ന് യേശു മിശിഹാ മൂലം ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അപേക്ഷിക്കുന്നു. നിന്റെ മക്കളെ സഹായിക്കണമേ. അവർ എല്ലായ്പ്പോഴും തിരുസാന്നിധ്യമർക്ക് കോട്ടയായിരിക്കണമെന്ന് യേശു മിശിഹാ മൂലം ഞങ്ങൾ അപേക്ഷിക്കുന്നു. in the
ഓപ്പൺ ഡ്രസ് നാം ഞങ്ങൾ പ്രാർത്ഥിച്ച് പ്രതിഷ്ഠിക്കുന്നു. ആമേൻ. മഹാപരിശുദ്ധനായ ദൈവമേ, ഈടർസനായി ഞങ്ങൾ അങ്ങേ നന്ദിയോട് സ്തുതിക്കുന്നു. ഇവിടെ ആയിരിക്കുന്ന എല്ലാ മക്കളുടെ മേലും അവിടെ കൃപ പകരുകയും ഈ ഭാഗം നിന്റെ മക്കള് ഏതെല്ലാം അവസരങ്ങളിൽ ഉപയോഗിക്കുമോ അപ്പോഴെല്ലാം അങ്ങനെ ദൈവമായ സാന്നിധ്യവും സംരക്ഷണം ഉണ്ടായിരിക്കണമേ. ഈ വീടിന്റെ ചുറ്റുപാടും പാർക്കുന്ന എല്ലാ മക്കൾക്കും അനുഗ്രഹമായി തീരുവാൻ്റെ വീടിന്റെ എല്ലാ ദിക്കുകളെയും അവിടുത്തെ ദൂതന്മാരുടെ സംരക്ഷണത്താൽ നിരന്തരം കാവൽ ചെയ്യുമാറാകണമെന്ന് ഞങ്ങളുടെ രക്ഷകനായ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. നിത്യാനാദി പോലെ കാലം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഈ ഓപ്പൺ ഏറിയ ഞങ്ങൾ പ്രാർത്ഥിച്ച് പ്രതിഷ്ഠിക്കുന്നു. ആമേൻ. കർത്താവേ, അവിടുത്തെ സാന്നിധ്യം ഈ സ്ഥലത്ത് ഉണ്ടായിരിക്കണമേ. ഇവിടെ വെച്ചുള്ള എല്ലാ ഏർപ്പാടും സംസാരങ്ങളും എല്ലാ കാര്യാലയത്തിലേക്കും അങ്ങേക്കും സമൃദ്ധമായി തിരുവാൻ സഹായിക്കണമേ. എല്ലാ ആപത്തിൽ നിന്നും മരണത്തിൽ നിന്നും പ്രിയപ്പെട്ട മകളെ വിടിയിക്കണമേ. സന്തോഷവും സമാധാനം കൊടുക്കണമേ. അവിടുത്തെ കൃപ പ്രിയപ്പെട്ട മകൾക്ക് താങ്ങായി തള്ളായി കൂടിയിരിക്കണമേ. സകലവും യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ മുറിയെ പഠനമുറിയായും ഭക്ഷണമുറിയായും പ്രാർത്ഥനാ മുറിയായും വിവിധ ഉദ്ദേശങ്ങൾക്കായി ഞങ്ങൾ പ്രാർത്ഥിച്ച് പ്രതിഷ്ഠിക്കുന്നു. ആമേൻ. പരിശുദ്ധനായ ദൈവമേ, അവിടുത്തെ സാന്നിധ്യം ഈ മുറിയിലും ഉണ്ടായിരിക്കണമേ. ഇവിടെ വെച്ചുള്ള എല്ലാ ഏർപ്പാടുകളും എല്ലാ കാര്യാദികളിലും ഇന്നും എന്നേക്കും അങ്ങേക്ക് ഇഷ്ടമായി തിരുവാൻ സഹായിക്കണമേ. ഈ പ്രിയപ്പെട്ട മക്കളെ എല്ലാ ആപത്തിൽ നിന്നും മരണത്തിൽ നിന്നും വിടുവിക്കണമേ. അവർ കുടുംബമായി മുട്ടുമടക്കി ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ പ്രാർത്ഥന അങ്ങ് ശ്രദ്ധ വെച്ച് കേട്ട് അവരുടെ നമ്പറുകളിലും സംഘടനകളിലും കൂടിയിരുന്ന് അവരെ ബലപ്പെടുത്തണമേ. പ്രിയപ്പെട്ട മക്കൾ പഠനത്തിനായും ഈ ഭാഗം ഉപയോഗിക്കുമ്പോൾ കർത്താവേ, ശ്രദ്ധയോടെ പഠിക്കുവാനും പഠിച്ച് വളർന്നു മിടുക്കരായി കുടുംബത്തിനും സഭയ്ക്കും സമൂഹത്തിനും അഭിമാനമായി തീരുവാനും കർത്താവ് ഇടയാക്കണമേ. ദൈവമായ കർത്താവേ, ദിനംതോറും നിങ്ങൾക്ക് ആവശ്യമായ നന്മകൾ നൽകി തരുന്ന നല്ല ദൈവമേ, നിന്റെ മക്കൾക്ക് നൽകുന്ന ആഹാര വിഭവങ്ങൾ എപ്പോഴും അഴുപാരത്തിനായി അനുഗ്രഹിച്ച് കൊടുക്കണമേ. നീ അവർക്ക് നൽകുന്ന എല്ലാ നന്മകൾക്കും നന്ദിയുള്ളതായിരിക്കുവാൻ നിന്റെ മക്കളെ സഹായിക്കണമേ. അന്നു ഞങ്ങൾക്കുള്ളതെല്ലാം എന്നും കൂടെയുണ്ട് നാം പ്രാർത്ഥിച്ച് പ്രതിഷ്ഠിക്കുന്നു. എല്ലാ ആവശ്യമായ സാധനങ്ങൾ കൊണ്ട് നിറഞ്ഞിരിപ്പാൻ അവിടുത്തെ സകല നന്മകളെയും ഇതിന്റെ മക്കളുടെ മേൽ പകരുവാൻ അങ്ങേക്ക് ഇഷ്ടം തോന്നണമേ. ഇവിടെ വെച്ച് ഇതിന്റെ മക്കൾ ചെയ്യുന്ന സകലാധ്വാനങ്ങളുടെ കർത്താവിന്റെ സാന്നിധ്യം ഉണ്ടായിരിക്കണമേ. അവയെ ഞങ്ങളുടെ മക്കളും തങ്ങളുടെയും മറ്റുള്ളവരെയും പ്രയോജനമായി ഉപയോഗിപ്പാൻ
അങ്ങനെ മക്കളെ എല്ലാവരെയും അവിടുന്ന് സഹായിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹാ മൂലം ഞങ്ങൾ അപേക്ഷിക്കുന്നു. അന്നു ഞങ്ങൾക്കുള്ളതെല്ലാം തന്നു പോറ്റുന്നു. അന്നു ഞങ്ങൾക്കുള്ളതെല്ലാം തന്നു നീയല്ലോ ഞങ്ങൾക്കുള്ള പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഈ അടുക്കലെയും അനുബന്ധ വസ്തുക്കളെയും ഉപകരണങ്ങളെയും പ്രവർത്തിക്കുന്നവരെയും ഞങ്ങൾ പ്രാർത്ഥിച്ച് പ്രതിഷ്ഠിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങൾ ആവശ്യമൊക്കെയും നിന്റെ ധനത്തിനൊത്തവണ്ണം നിറവേറ്റി തരുന്ന ദൈവമേ, ഈ ഭവനത്തിലുള്ളവർക്ക് രുചികരമായ ആഹാരം പാചകം ചെയ്യുവാൻ വേണ്ടി അധ്വാനിക്കുന്ന മക്കളെ കൈകളെ ശക്തീകരിക്കണമേ. ഭക്ഷണം നിന്റെ മക്കളെ ശരീരത്തെ പുഷ്ടിപ്പെടുത്തുകയും മനസ്സിൽ സന്തോഷിപ്പിക്കുകയും ചെയ്യുവാൻ നിന്നുള്ള ആശ്രയത്തോടും ഉത്സാഹത്തോടുകൂടി ജോലി ചെയ്യുന്നവർ പ്രവർത്തിക്കേണ്ടതിന് അവർക്ക് കൃപ നൽകണമേ. എല്ലാവിധമായ അപകടങ്ങളിൽ നിന്നും അധ്വാനിക്കുന്നവരെ കാത്തു പരിപാലിക്കുവാനും നിരീക്ഷമുണ്ടാകണമെന്ന് യേശുമിശിഹാ മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. പണിയാൻ സാധ്യതയുള്ളവരെല്ലാം അടുത്തു ഭാഗമായി തീരുവാൻ ഈ ഭവനത്തോടുള്ള ബന്ധത്തിലും സ്നേഹത്തിലും ആഗ്രഹിക്കുന്ന പ്രിയ മക്കളെ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഞാൻ സമർപ്പിക്കട്ടെ. 5 അപ്പത്തെയും 2 മീനിനെയും വാഴ്ത്തി അനുഗ്രഹിച്ചു കടക്കര ശിഷ്യന്മാർക്ക് കർത്താവെ അപ്പവും മീനും ഒരുക്കി കാത്തിരുന്നവൻ തന്റെ ശരീരത്തെ കർത്താവെ ഭക്ഷിപ്പാനും ഭുജിപ്പാനുമായി നൽകി ഞങ്ങളെ ജീവിപ്പിച്ചത് ഈ മക്കളോട് കൂടെ ഇരിക്കണം. കർത്താവെ മക്കൾ ജോലി ചെയ്യുന്ന എല്ലാ അവസരങ്ങളും അവിടെ സാന്നിധ്യവും സുരക്ഷിതത്വവും യാതൊരു ആപത്തോ അപകടങ്ങളോ അഗ്നിയിൽ നിന്നോ വൈദ്യുതിയുമായി ബന്ധപ്പെട്ടോ ഗ്യാസുമായി ബന്ധപ്പെട്ടോ മറ്റു യാതൊരു തരത്തിൽ ഒരിക്കലും സംഭവിക്കാതെ വണ്ണം ഇവിടെ വേല ചെയ്യുവാനായ മക്കളെ ഞങ്ങൾ എല്ലാവരും ചേർന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് കർത്താവിന് കാര്യം ധരിപ്പിക്കുകയാണ്. ഏറ്റവും ശ്രദ്ധയോടും ഏറ്റവും സുരക്ഷിതത്തോടും ഏറ്റവും രുചികരമായും ഏറ്റവും സമൃദ്ധമായും ഭക്ഷണം ഇവിടെ പാകം ചെയ്യപ്പെടുവാൻ ദൈവത്തിന്റെ കൃപ മക്കളോട് കൂടെ എന്നേക്ക് ഇരിപ്പാൻ തിരുത്തമാകണമേ. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നത് കൃപയോടെ കേൾക്കണമേ. ആമേൻ. ദൈവമായ കർത്താവെ അവിടുത്തെ നാമത്തിൽ അനുബന്ധിച്ചുള്ള ഈ ഭവനത്തിലെ എല്ലാ ഓവൻസിനെയും ശുദ്ധീകരിച്ച് പ്രതിഷ്ഠിക്കുന്നു. എല്ലാ ദൈവനാമത്തിനെ സഹായിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ദൈവത്തെ സ്തുതിക്കാം ഏവരും ആഘോഷമായി ചെയ്താനായി
പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാനാമത്തിൽ പ്രാർത്ഥിക്കുവാൻ ഇന്നത് ഇവിടെ പ്രിയപ്പെട്ട മക്കളുടെ ക്ഷേമകരമായ സമാധാനപൂർവമായ അധിവാസം അനുഭവിക്കുവാൻ നൽകി ഇന്ന് പുതുതായിട്ട് ഈ പ്രിയപ്പെട്ട മകൾക്കും നമുക്ക് ഏവർക്കും ആവശ്യമായിട്ടുള്ള ദൈവത്തിന് മഹാനഗരിയുടെ പ്രിയനാട് ട്രഷറർ മാറ്റി ഇപ്പോൾ നൽകുന്നതാണ്. വളരെ സ്നേഹത്തോടെ ക്ഷമിക്കുകയും ചെയ്തു. സ്വർഗത്തിന്റെയും ഭൂമിയുടെയും നാഥനായ നമ്മുടെ എല്ലാവരുടെയും പിതാവായ ദൈവത്തിന്റെ അതുല്യമായ നാമത്തിൽ ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന എല്ലാവരെയും സ്നേഹത്തോടെ ചെങ്കലാനിക കുർബാനയുടെ പേരിൽ നന്ദിയും വന്ദനവും ചെയ്യുകയാണ്. പ്രത്യേകാല നമ്മുടെ മഹായിടവകയുടെ പാർട്ണർഷിപ്പ് സെക്രട്ടറിയും ബേക്കടയിൽ ഇടവകയുടെ വികാരിയും ബിഷപ്പ് ചാപ്ലനുമായി വളരെ സുദൃഢമായി സേവനമനുഷ്ഠിക്കുന്ന എൻ്റെ സഹോദരനായ മാക്സിനച്ചനോട് ചേർന്ന് കൊച്ചമ്മയോടും കുഞ്ഞുങ്ങളെല്ലാം ചേർന്ന് ഈ ശുശ്രൂഷ പങ്കെടുക്കുവാൻ ദൈവം നൽകിയ അവസരത്തിനായിട്ട് നന്ദി പറയുന്നു. അടിസ്ഥാനപരമായ വിദ്യാലയം, അടിസ്ഥാനപരമായ ആരോഗ്യ സംരക്ഷണാലയം അല്ലെങ്കിൽ ആതുരാലയം എന്ന നിലയിൽ ഓരോ വീടും മാറണം. അതാണ് ഈ നാടിന്റെ ദേശത്തിന്റെ ലഭിക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ അവിടെ സൗഖ്യമാക്കൽ ഉണ്ടായിരുന്നു. ആ അനുഗ്രഹങ്ങൾ ഈ വീടിനുണ്ടാകട്ടെ എന്ന് ഞാനും പ്രിയ വാക്സിനേഷനും സഭയുടെ ശുശ്രൂഷകരായും സംബന്ധിക്കുന്ന എല്ലാവരും സ്നേഹത്തോടെ ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ഈ വീടിന്റെ ഒരു പ്രത്യേകത, തിരുവനന്തപുരത്ത് വീടിനെ അതിന്റെ ഓരോ പാർട്ട് ബൈ പാർട്ടായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നുണ്ട്. ആരാധനയും പ്രാർത്ഥനയും ധ്യാനത്തിന്റെയും സൗഖ്യത്തിന്റെയും സമാധാനത്തിന്റെയും എല്ലാം സംബന്ധിക്കുന്ന മക്കളെയും അയൽക്കാരായ എല്ലാവരെയും വിദേശത്തെയും സഭയുമെല്ലാം ഇത് മാറ്റി വെച്ചിട്ട് ഇന്ന് മോളി വെച്ചാൽ ഈ പാടുപാടുന്ന അവർക്ക് സ്വന്തമായിട്ട് ദൈവമായ കർത്താവേ, അവിടുന്ന് നിന്റെ മക്കൾക്ക് നൽകിയ ഈ വീടിനെ അവിടുന്ന് പ്രതിഷ്ഠിച്ച് അവിടുന്ന് പുതുക്കി അവിടുന്ന് സ്വീകരിച്ചുവല്ലോ. ഇവിടെ പാർക്കുവാനുള്ള മക്കളെയും ഈ കുടുംബത്തിലെ അംഗങ്ങളോട് ചേർന്നുള്ള പ്രിയപ്പെട്ട എല്ലാവരെയും കർത്താവ് വസിക്കുന്ന മന്ദിരമായി അവർ മാറേണ്ടതിനും ഞങ്ങൾ സ്തോത്രത്തോടെ നിന്റെ മക്കളെ പ്രതിഷ്ഠിക്കുകയാണ്. കർത്താവിൻ്റെ അതിലെ നാമത്തിൽ വിശുദ്ധ ക്രൂശിന്റെ അടയാളത്താൽ കർത്താവേ, നിന്റെ മകന്റെ ശരീരവും മനസ്സും ആത്മാവും കർത്താവ് വസിക്കുന്ന മന്ദിരമായി ദീർഘായുസ്സോടെ ആരോഗ്യത്തോടെ ആത്മനിറവോടെ കർത്താവിൻ്റെ ഹിതം ചെയ്തുകൊണ്ട് എന്നേക്കും കാണപ്പെടുവാനിടയാകേണ്ടതിന് എൻ്റെ മകൻ്റെ ശരീരാത്മദേഹങ്ങളെയും ജീവിതത്തെയും ഞങ്ങൾ അനുഗ്രഹിക്കുന്നു, പുതുക്കി പ്രതിഷ്ഠിക്കുന്നു. കർത്താവിന്റെ ഉടമ്പടി എന്ന് ജീവിപ്പാൻ അവരുടെ ശക്തിയും ബലവും കൃപയും പകരുമാറാകണമേ. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗപിതാവേ, ഇതിന്റെ മകളെയും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ വിശുദ്ധ ക്രൂശിന്റെ അടയാളത്താൽ മുദ്രയിട്ട് പുതുക്കി പ്രതിഷ്ഠിക്കുകയാണ്. കർത്താവിന്റെ ദാസിയുടെ ശരീരവും മനസ്സും ആത്മാവും ജീവിതമെല്ലാം കർത്താവിന്റെ ആത്മാവിനാൽ പുതുക്കപ്പെട്ട്
ആത്മശരീര ദൈവങ്ങൾ സൗഖ്യം പ്രാപിച്ച് ബലപ്പെട്ടു ദൈവവേലയിൽ അനുഗ്രഹത്തോടെ ദീർഘായുസ്സോടെ ജീവിപ്പാൻ സ്വർഗ്ഗത്തിലെ ദൈവത്തിന്റെ മക്കളെ സഹായിക്കണമേ. കർത്താവേ, പ്രിയ കുഞ്ഞിനെയും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ മുദ്രയിട്ട് പ്രതിഷ്ഠിച്ച കർത്താവിനെ ഏൽപ്പിക്കുക. നമ്മളെയും ഭാവിയും എല്ലാം അവിടെ അനുഗ്രഹിക്കണമേ. ദീർഘായുസ്സും ആരോഗ്യവും സൗഖ്യവും സമാധാനവും ജീവിതത്തില് എൻ്റെ മക്കളുടെ എല്ലാ പ്രാർത്ഥനകൾക്കും മറുപടിയും സ്വർഗമായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയ വൈദ്യന്റെയും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ മുദ്രയിട്ട് പ്രതിഷ്ഠിക്കുന്ന കർത്താവെ അവിടെ അനുഗ്രഹിക്കണമേ. ഇവിടെ ആയിരിക്കുന്ന എല്ലാ മക്കളെയും ഈ കുടുംബത്തിലെ കർത്താവെ എല്ലാവരെയും യേശുവിന്റെ രക്തം മുദ്രയിട്ട് കർത്താവെ പ്രതിഷ്ഠിച്ച് ഈ പുതിയ ഭവനത്തിൽ പുതിയ ശരീരത്തിന്റെ നന്മയും പുതിയതായ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകവും കർത്താവെ പുതുതാക്കവരുടെ മനസ്സോടും കൂടെ ദീർഘായുസോടുകൂടെ അനുഗ്രഹത്തോടുകൂടെ ജ്ഞാനത്തോടുകൂടെ പരിജ്ഞാനത്തോടുകൂടെ കർത്താവിന്റെ മകൾ വാഴുവാനും സഹായിക്കണമേ. അവിടെ തിരുസഭയിൽ മക്കൾ അർപ്പിക്കുന്ന എല്ലാ പ്രാർത്ഥനകൾക്കും സ്വർഗത്തിന്റെ കിളവാതിൽ തുറന്ന് സ്ഥലം പോരാതെ ഈ ഭവനത്തെ അവിടെ അനുഗ്രഹിച്ചു കൊള്ളണമേ. നിന്റെ മക്കൾ ചെയ്യുന്ന എല്ലാ അധ്വാനങ്ങളും നൂറുമേനിയായി കർത്താവെ എപ്പോഴും വിളയപ്പെടുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സഹായിക്കണമേ. സഭയ്ക്കും ദേശത്തിനും എല്ലാവർക്കും അനുഗ്രഹമായി തീരുവാൻ സഭശക്തനായ ദൈവത്തിന്റെ മക്കളെ ബലപ്പെടുത്താൻ അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന് യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമേൻ. കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥനയിൽ നമുക്ക് പങ്കുചേരാം. ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ കർത്താവിനോട് ചെയ്യണമേ. രാജശക്തിയും മഹത്വവും ദൈവമായുള്ളതാകുന്നു. ആമേൻ. നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ മുഖങ്ങളിലേക്ക് ഞാൻ നിങ്ങളെ ഫലമേൽപ്പിക്കുന്നു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. കർത്താവ് തിരുമുഖം നിങ്ങളുടെ മേൽ ഉയർത്തി നിങ്ങൾക്ക് സമാധാനം നൽകുമാറാകട്ടെ. കർത്താവിന്റെ തിരുമുഖപ്രകാശം നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരാത്മതീകൾക്ക് നിങ്ങളുടെ ജീവിതങ്ങൾക്ക് എപ്പോഴും അനുഗ്രഹമായി തീർന്നു സൗഖ്യമായി അഭിഷേകമായി ദീർഘായുസായി സ്വർഗത്തിന്റെ അവകാശമായി രക്ഷയുടെ എല്ലാ സന്തോഷം അനുഭവിച്ചുകൊണ്ട് ജീവിപ്പാൻ ഈ ഭവനത്തെയും ഇവിടെ കടന്ന എല്ലാ മക്കളെയും നമ്മുടെ സഭയെയും ദേശത്തെയും ഈ ദേശത്ത് വീട് ഇല്ലാത്ത ആരെല്ലാമുണ്ടോ അവർക്കെല്ലാം ദൈവം നന്ദിയാകുന്നത് എല്ലാ കൃപകളാലും ദൈവം വഴി നടത്തുമാറാവട്ടെ. ആമേൻ. നിങ്ങളോട് കൂടി ഇരിക്കട്ടെ. നമുക്ക് സമാധാനത്തോടെ മടങ്ങി പോകാം. ദൈവത്തിന്റെ പരിശുദ്ധമായി പെരുമാറാകട്ടെ. ഇന്നത്തെ ഈ ഭവന നേതൃത്വം വഹിച്ച നമുക്ക് ഏവർക്കും പ്രിയങ്കനായിട്ടുള്ള നമ്മുടെ മഹാനവയുടെ പ്രിയങ്കനായിട്ടുള്ള ട്രഷറർ BC മാത്യു ഉപയോഗിച്ച് മറ്റു മഹാനവയുടെയും CSI സിറിഡിന്റെ വിവിധ മേഖലകളിൽ വളരെ സുദൃഢമായിട്ട് പ്രവർത്തിക്കുകയാണ്. മഹാനവ ട്രഷററായി പ്രവർത്തിക്കുന്നത് കൂടാതെ വണ്ടിപ്പെരിയാർ ജില്ലയുടെ ചെയർമാനായി പ്രവർത്തിക്കുകയാണ്. വിവിധ ബോർഡുകളുടെയും കമ്മിറ്റികളുടെയും അംഗമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. CSI സിറിഡിന്റെ അംഗമായും എക്സിക്യൂട്ടീവ് അംഗമായും പ്രവർത്തിക്കുകയാണ്. അച്ഛൻ്റെ സാന്നിധ്യം നമുക്ക് അനുഗ്രഹമായിരുന്നു. കമ്മിറ്റി അംഗങ്ങളെല്ലാവരെയും ഘോഷിക്കുന്നു. സഭയ്ക്ക് വേണ്ടി കമ്മിറ്റി തന്നെ ഈ ഒരു ഗിഫ്റ്റ് മറ്റുള്ളവർക്ക് ഇത് അവസരം ഇപ്പോൾ
പ്രിയപ്പെട്ട അച്ഛനും മറ്റുള്ളവർക്കും സായി സാർ നന്ദി പറയും, അച്ഛനും ഒരുപാട് നന്ദി പറയും. അച്ഛനോടൊപ്പം തന്നെ പോകേണ്ടതുകൊണ്ട് അച്ഛനുള്ള ഭക്ഷണം പെട്ടെന്ന് എടുത്തു വെച്ചാൽ ഇതായിട്ട് ഉത്തരവാദിപ്പെട്ട ആളുകൾക്ക് എടുത്തു വെച്ചാൽ അച്ഛൻ ഭക്ഷണം എടുത്തു വെച്ചാൽ നന്ദി പറയുന്നതാണ്. ഇടവപ്പെട്ട കമ്മിറ്റി അംഗങ്ങളെയും സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെയും സഹോദരി സഹോദരന്മാരെയും ഈ വളരെ നാളത്തെ ആദ്യവും പ്രാർത്ഥനയുടെ ഫലമായിട്ട് പ്രകാരം ഒരു ഭവനം പണിയുവാനായിട്ട് ദൈവം വഴിയാക്കി ഇന്നത്തെ ഈ ഭവനത്തിൻ്റെതായ വിലാസകരങ്ങൾ നിർവഹിച്ച ബഹുമാനപ്പെട്ട പ്രശ്നാനച്ചൻ അച്ഛനോടും അതുപോലെ മുസ്ലിം വളരെ കൃത്യസമയത്ത് എത്തിച്ചേരുകയും നല്ല ഒരു അനുഗ്രഹപ്രദമായ ശുശ്രൂഷ നിർവഹിക്കുകയും ചെയ്തു. ബഹുമാനപ്പെട്ട അച്ഛനോടുള്ള നന്ദി സ്നേഹവും ചങ്ങനാരി കുടുംബത്തിന് വേണ്ടി ഞാൻ അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ ശുശ്രൂഷയ്ക്ക് വേണ്ട നേതൃത്വവും പ്രാർത്ഥനയും നൽകി കൈത്താങ്ങലായി കൂടെ എന്ന ഇടവപ്പെട്ടക്കാരൻ മാസിൻ ജോണച്ചൻ വളരെ തിരക്കുകളുടെ മധ്യത്തിലും അച്ഛൻ വളരെ സ്നേഹപൂർവ്വം ഈ പ്രോഗ്രാമിൽ പങ്കെടുത്തു. ബഹുമാനപ്പെട്ട അച്ഛനോടും ലക്ഷ്മിയോടും കുടുംബത്തോടുള്ള പ്രത്യേക സ്നേഹവും നന്ദിയും ഈ സമയത്ത് ഭവനത്തിന് വേണ്ടി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ സഭയിൽ നിന്ന് കടന്നു വന്നിരിക്കുന്ന കമ്മിറ്റി അംഗങ്ങളുടെ കൈക്കാരന്മാര് ഏറ്റവും പ്രിയപ്പെട്ടവര് അവരോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. കൂടാതെ ഇന്നത്തെ ഈ സംഭവത്തിൽ പങ്കെടുത്ത എല്ലാവരെയും, എല്ലാ സമീപവാസികളെയും അതുപോലെ ബന്ധുജനങ്ങളെയും എല്ലാവരെയും ഒറ്റവാക്ക് നന്ദി വാക്ക് അവസാനിപ്പിക്കുന്നതോടുള്ള ശുശ്രൂഷയെല്ലാം എല്ലാവരുടെയും സഹകരണവും പ്രാർത്ഥനയും ഉണ്ടാകണമെന്ന് അറിയിച്ചുകൊണ്ട് വാക്കുകളെയും ഇവരെയും അനുഗ്രഹിക്കുന്നതാണ്. അപ്പോൾ ആളുകൾക്ക് വീട്ടുകാരെ അഭിനന്ദിക്കാനും ആശംസ പറയാനും അതുപോലെ സമ്മാനമൊക്കെ ഭക്ഷണത്തിനായിട്ട് പിള്ളേരെ പാലുടി വാ. എടാ ആരെങ്കിലും ബ്ലൂടൂത്തിൽ നിന്ന് ഒരു ഭക്തിയാരം വെക്കണ മക്കളെ, ചെറിയൊരു ആ കേട്ടോ. ഇപ്പോൾ പ്രത്യേക കാര്യം നിർവഹിക്കുകയാണ്. ഈ വീട് പണിയുവാനായിട്ട് സഹായിച്ച പ്രിയപ്പെട്ടവരെ കുടുംബാംഗങ്ങൾ അവർ പ്രത്യേകമായി അഭിനന്ദിക്കാനും ആദരിക്കാനും ആഗ്രഹിക്കുകയാണ്. ആളുകൾ ബോർഡ് വന്ന് അവരുടെ അവർക്ക് വാങ്ങിയാണ്. അറിയിച്ചോ ഒന്നാണ്. അരി ഇടുന്നതിൻ്റെ ഫോട്ടോ എടുക്കാൻ വേണ്ടി പോയാണ്. സാരമില്ല. ശരി ശരി. നിന്നോ. ഈ ഭവനത്തിന്റെ മേശനമാക്കി ചെയ്ത നമ്മുടെ പ്രിയപ്പെട്ട മാത്തുകുട്ടി അങ്ങോട്ട് വന്നാട്ട് ദയവായി കുട്ടിയെ അഭിനന്ദിക്കുന്നു. കുടുംബം അവർ ആദരിക്കുന്നു. കൈയടിച്ചാട്ടെ. എല്ലാവർക്കും ഭക്ഷണത്തിനാണ് ഒരുക്കാം. ഭക്ഷണം റെഡിയാണ്. ഇവിടെ ചേച്ചി സജീവംഗമാണ്. അവരുടെ ഈ പ്രത്യേകമായിട്ടുള്ള സന്തോഷാവസരത്തിൽ അവരെ ആദരിക്കാനും അഭിനന്ദിക്കാനും ശ്രീസംഘത്തിലെ അംഗങ്ങളെ അതിന്റെ കമ്മിറ്റി അംഗങ്ങളെയും മുമ്പോട്ട് ക്ഷണിക്കുന്നു. ഒന്നാണ് മേഖല സഭ എല്ലാ സ്ത്രീകളും കൂടി വന്നാട്ട്. സ്ത്രീജനങ്ങൾ എല്ലാവരും വന്നാട്ട്. ക്ഷണിച്ചത് ഓക്കെ. കൈകൾക്കില്ലമായിട്ട് നമുക്ക് ഭക്ഷണം ഉണ്ടാവില്ല. Sarap.
ആഹാ ഉച്ച കൂട്ടിയിട്ട് തിളച്ചോ? ആ ശരി ശരി, ഓക്കെ ഓക്കെ, ആ ഭാഗം ക്ലിയറായി. ഇവര് ജംഗ്ഷന്റെ തൊട്ട് മുമ്പത്തെ വരുന്ന വഴിക്ക് ഒരു അമ്പലം കണ്ടില്ലേ? രാവിലെ
Thank